നമസ്കാരം. നെക്സ്റ്റ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കാട്ടകാമ്പ ചിറയിൻകാട് വാവേക്കർ കോൾപ്പടവിൽ കൃഷി ഇറക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള ചിറ്റം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കുരിശുപള്ളി പെരുന്നാളിന് തുടക്കമായി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പഴയ പള്ളി പെരുന്നാളിന് കൊടികയറി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ 13, 14 തീയതികളിൽ ആഘോഷിക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ച് കുന്നംകുളം നഗരസഭ. സിമന്റ് വില വർധനവിനെതിരെ കുന്നംകുളത്ത് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽപ്പെട്ട 50 പേർക്ക് അക്കിക്കാവ് TVMH സ്കൂളിൽ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ നടത്തിയ ഗ്രാമപഞ്ചായത്തിലെ പരിശോധനയിൽ 3, 7 വാർഡുകളിൽ 2 പേർക്കും വാർഡ് 14 4 പേർക്കും 12, 18 വാർഡുകളിൽ ഓരോരുത്തർക്കുമായിട്ടാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. കാട്ടകാമ്പ ചിറയിൻകാട് വാവേക്കർ കോൾപ്പടവിൽ കൃഷി ഇറക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. കാട്ടകാമ്പ ചിറയിൻകാട് വാവേക്കർ കോൾപ്പടവിൽ കൃഷി ഇറക്കുന്നതിന് പ്രാരംഭഘട്ട നടപടികൾ കർഷകർ ആരംഭിച്ചു. 35 വർഷം തരിശായി കിടന്നിരുന്ന പടവ് കൃഷിയോഗ്യമാക്കിയാണ് കഴിഞ്ഞ വർഷം കൃഷി ഇറക്കിയത്. 2ാം വർഷം കൃഷി ഇറക്കുന്നത് 32 കർഷകരുടെ നേതൃത്വത്തിലാണ്. പഞ്ചായത്ത് തന്നെ മൂറടിത്തോടിനോട് ചേർന്ന് ഏറ്റവും ദൂരം ചുറ്റപ്പെട്ട് കിടക്കുന്ന കോൾപ്പാടമാണ് വാവേക്കർ. 60 ഏക്കർ കൃഷിയിടത്തിൽ ഈ വർഷം ജ്യോതി വിത്താണ് ഇറക്കുന്നത്. പലയിടങ്ങളിലും തോടും പാടശേഖരവും ഒന്നായി കിടക്കുന്നതും താഴെ കിടക്കുന്ന ബണ്ട് വരമ്പുകളും ചെറുതോടുകളും ശോചനീയ അവസ്ഥയിലാണ്. മണ്ണ് നിറച്ച ചാക്കുകളും കോൺക്രീറ്റ് സ്ലാബുകളും ഉപയോഗിച്ചാണ് കഴിഞ്ഞ വർഷം വരമ്പുകൾ ഉണ്ടാക്കിയത്. താഴെ കിടക്കുന്ന വരമ്പുകളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിന് കാലതാമസം എടുക്കുന്നതോടെ പമ്പിംഗ് 1 മാസത്തോളം വൈകുമെന്ന് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവർ പറഞ്ഞു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള ചിറ്റം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കുരിശുപള്ളി പെരുന്നാളിന് തുടക്കമായി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള ചിറ്റം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കുരിശുപള്ളി പെരുന്നാൾ ഇന്നും നാളെയുമായി ആഘോഷിക്കുന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ സക്കറിയ കൊള്ളനൂർ, ഫാദർ തോമസ് ചാണ്ടി എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ഇന്ന് രാത്രി 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, തുടർന്ന് സൈകിക വാഴ്വ് എന്നിവയുണ്ടായി. നാളെ 4 മണിക്ക് ധൂപപ്രാർത്ഥന, തുടർന്ന് കുരിശുപള്ളിക്ക് ചുറ്റും കൊടിയും കുരിശും എന്നിവയോടെ ഈ വർഷത്തെ പെരുന്നാൾ പൂർത്തിയാകും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇക്കുറി പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് പള്ളി ട്രസ്റ്റി സുമേഷ് P. വിൽസൺ, കമ്മിറ്റി അംഗം KJ വിൽസൺ, കുരിശുപള്ളി ആഘോഷ കമ്മിറ്റി അംഗങ്ങളായ സജി K. ജോർജ്, ബാബു CK എന്നിവർ നേതൃത്വം നൽകും. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പഴയ പള്ളി പെരുന്നാളിന് കൊടികയറി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ 120ാമത് ശിലാസ്ഥാപന പെരുന്നാളിന് കൊടികയറി. ഇന്ന് രാവിലെ 7-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ എൽദോ എം ജോയ് മഴുവഞ്ചേരി പറമ്പത്ത് കശീശയാണ് കൊടിയേറ്റിയത്. നവംബർ 13, 14 വെള്ളി, ശനി ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പ്രദക്ഷിണം, തുടർന്ന് സന്ധ്യാപ്രാർത്ഥന എന്നിവയുണ്ടാകും. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാനയും പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും തുടർന്ന് സൈകിക വാഴ്വും നടക്കും. പെരുന്നാളിലെ വികാരിമാരായ ഫാദർ എൽദോസ് കീരിമുളയിൽ, ഫാദർ എൽദോ മഴുവഞ്ചേരി പറമ്പത്ത്, പഴയ പള്ളി ട്രസ്റ്റി CV വറിയർ, കൈക്കാരൻ KP തമ്പി, സെക്രട്ടറി CV സൈമൺ എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം കൊടുക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. Rojapak Manufacturing Office, NVKM and Sons, Dindigul. Zone Distributor, Roja Agencies, Kunnamkulam. Phone 9446145776, 9446145778. വാർത്തകൾ തുടരുന്നു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ 13-14 തീയതികളിൽ ആഘോഷിക്കും. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് കൊടികയറി. ഇന്ന് രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സഹവികാരി റവറന്റ് ഫാദർ MT തോമസ് കൊടിയേറ്റ് നടത്തി. നവംബർ 13-14 വെള്ളി ശനി ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യ നമസ്കാരം, തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം എന്നിവയുണ്ടാകും. പെരുന്നാൾ ദിവസമായ ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും കുരിശുപള്ളികളിലേക്ക് പ്രദക്ഷിണവും തുടർന്ന് ആശീർവാദവും ഉണ്ടാകും. മുൻ വർഷങ്ങളിൽ നടത്തി വന്നിരുന്ന ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ അവാർഡ് വിതരണം തുടർന്ന് നടക്കും. കോവിഡ് പ്രോട്ടോകോൾ നിർദ്ദേശങ്ങൾ പാലിച്ചു നടത്തുന്ന പെരുന്നാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോൺ പുലിക്കോട്ടിൽ, സഹവികാരി റവറന്റ് ഫാദർ MT തോമസ്, ട്രസ്റ്റി ഗോഡ്സൺ സക്രിയ, സെക്രട്ടറി പ്രവീൺ ചോപ്പ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് നേതൃത്വം കൊടുക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ച് കുന്നംകുളം നഗരസഭ. കോവിഡ് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കുന്നംകുളം നഗരസഭയുടെ ആദരം. ലോകത്താകമാനം പടർന്നുപിടിച്ച കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിനെ അഹോരാത്രം പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ ആദരിക്കുന്നതിനെ കൌൺസിൽ യോഗത്തിന്റെ തീരുമാനമായി നഗരസഭാ പ്രദേശത്തെ സർക്കാർ ആശുപത്രി ഡോക്ടർമാരെ നഗരസഭ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ PM സുരേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, സെക്രട്ടറി B അനിൽകുമാർ എന്നിവരും, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മണികണ്ഠൻ, ഡോക്ടർ പ്രിയ, ഡോക്ടർ പ്രീതി, ഡോക്ടർ ലൈജു വിജയൻ, ആർത്താറ്റ് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ, പോർക്ലങ്ങാട് UFHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹസീന എന്നിവർ ആദരം ഏറ്റുവാങ്ങി. നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണൻ നന്ദി രേഖപ്പെടുത്തി. സിമന്റ് വില വർധനവിനെതിരെ കുന്നംകുളത്ത് പ്രതിഷേധം. സിമന്റ് വിലവർദ്ധനവിനെതിരെ ലെൻസ് ഹെഡ് കുന്നംകുളം ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഏരിയയിലെ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. ലെൻസ് ഹെഡ് കുന്നംകുളം ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കുന്നംകുളം ഏരിയ സെക്രട്ടറി PB കിഷോർ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മധുസൂദനൻ, ലെൻസ് ഹെഡ് കുന്നംകുളം ലൈസൻസ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം സുഹാസ് എന്നിവർ നേതൃത്വം കൊടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടവലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കാട്ടകാമ്പൻ ചിറയിൻകാട് വാവേക്കർ കോൾപ്പടവിൽ കൃഷി ഇറക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. പഴനി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള ചിറ്റം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കുരിശുപള്ളി പെരുന്നാളിന് തുടക്കമായി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പഴയ പള്ളി പെരുന്നാളിന് കൊടികയറി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ 13-14 തീയതികളിൽ ആഘോഷിക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച ആരോഗ്യ പ്രവർത്തകരെ ആദരിച്ച് കുന്നംകുളം നഗരസഭ. സിമന്റ് വില വർധനവിനെതിരെ കുന്നംകുളത്ത് പ്രതിഷേധം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.